കുട്ടികളോട് അമിതമായി ദേഷ്യം കാണിക്കുക, ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ അവരോട് ബഹളം വെക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യത്തിന് പോലും ഒരു പ്രപ്പോർഷനും ഇല്ലാതെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ കാണിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് വലിയ തെറ്റാണ്. മാത്രമല്ല ഒരു ദ്രോഹവുമാണ്. കാരണം ഈ കുഞ്ഞുങ്ങളൊക്കെ വളർന്ന് ഒരുപാട് വർഷങ്ങൾ ജീവിക്കേണ്ടതാണ്. അവരുടെ 10, 12, 15 വയസ്സിനകത്താണ് അവരുടെ ആത്മവിശ്വാസവും അവരുടെ ഒരു ആത്മാഭിമാനവും അവർക്കൊരു സെൽഫ് റെസ്പെക്റ്റും ഒക്കെ ഉണ്ടാവേണ്ടത്. ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളിലൂടെ മാതാപിതാക്കൾ ആ കുട്ടികളുടെ സകലമാന സാധ്യതകളും ഇല്ലാതാക്കും. ഇങ്ങനത്തെ ചില അധ്യാപകരുമുണ്ട്. എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എങ്ങനെ നമുക്ക് ദേഷ്യം അകറ്റാം, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മോചിതമാകാം? അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഏതെല്ലാം രീതിയിൽ നമുക്കിതിനെ മാനേജ് ചെയ്യാം? ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ വീഡിയോസ് സംസാരിക്കുന്നത്. നല്ലതെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികളോട് അകാരണമായിട്ട് ദേഷ്യപ്പെടുക, പലപ്പോഴും കൺട്രോൾ ഇല്ലാതെ ദേഷ്യപ്പെടുക, അവരോട് പറയാൻ പറ്റാത്ത പറയരുതാത്ത കാര്യങ്ങളൊക്കെ അവരോട് വിളിച്ചു പറയുക, ബഹളം ഉണ്ടാക്കുക. ഇത്തരത്തിൽ ധാരാളം മാതാപിതാക്കൾ ഇന്നുണ്ട്. പ്രത്യേകിച്ച് പല അമ്മമാരും എന്നെ വിളിക്കുമ്പോൾ അവരെല്ലാം പറയുന്നൊരു കാര്യമാണ്, എനിക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഞാനത് ഓർത്തിട്ട് ദുഃഖിക്കും. പക്ഷേ അന്നേരം എനിക്കൊരു കൺട്രോളും ഉണ്ടായിരുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നമ്മൾ നിരന്തരമായി കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റെക്ടിഫൈ ചെയ്യണം. അത് കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം അത് ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും കുട്ടികൾക്ക് അതിൻ്റെ ദോഷം ഉണ്ടാവും. അവരുടെ വളർച്ചയിൽ അവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത് പരിഹരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മുടെ നാട്ടിലെ ഒരു രീതി എന്നാന്ന് വെച്ചാൽ, പലപ്പോഴും ഒരു പ്രശ്നത്തിൻ്റെ മേളിൽ കയറി ഇരിക്കുക എന്നുള്ളതാണ്. ആ പ്രശ്നത്തിൻ്റെ മേളിൽ കയറി ഇരുന്ന് ആ പ്രശ്നത്തെ നമ്മൾ മൂടി വയ്ക്കാൻ ശ്രമിക്കുക. ഇത് വളരെ അപകടകരമായൊരു കാര്യമാണ്. കാരണം ദേഷ്യം എന്ന് പറയുന്നത് ഒരു കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. ദേഷ്യം ഒരു വികാരം തന്നെയാണ്. ദേഷ്യമൊക്കെ ആവശ്യത്തിന് വേണം. പക്ഷെ അത് ആവശ്യത്തിന് അപ്പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് ഒരു പ്രപ്പോർഷൻ ഇല്ലാതെയാണ് ആ ദേഷ്യം പോകുന്നതെങ്കിൽ, ഒരു കൊച്ചുകുട്ടിയുടെ ഒരു ചെറിയ കാര്യത്തിനൊക്കെ വലിയ രീതിയിലാണ് നമ്മൾ ദേഷ്യപ്പെടുന്നതെങ്കിൽ, അതിൻ്റെ അർത്ഥം ആ ദേഷ്യം അബ്നോർമലാണെന്നുള്ളതാണ്. അബ്നോർമലായിട്ടുള്ള ദേഷ്യം അത് വല്ലപ്പോഴും ഒരിക്കൽ അങ്ങനെ സംഭവിക്കുന്നു. അതും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ അകാരണമായ അല്ലെങ്കിൽ പ്രൊപ്പോർഷനേറ്റ് അല്ലാത്ത രീതിയിലുള്ള ദേഷ്യം ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു സ്വഭാവമായി നമ്മളിൽ മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വലിയ പ്രത്യാഘാതം ഉണ്ടാകും. കാരണം രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, അതിൻ്റെ വിക്റ്റിമാകുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് പങ്കാളികൾ, അതുപോലെ കുട്ടികൾ, അതുപോലെ വീട്ടിലുള്ള മറ്റ് ആൾക്കാർ, ഇങ്ങനെയൊക്കെയുള്ളവർക്ക് ഭയങ്കരമായിട്ട് ആത്മവിശ്വാസം കുറയുക, ബന്ധം തകരുകയും ഒക്കെ ചെയ്യും. വേറൊരു വലിയ പ്രശ്നം കുട്ടികളിലുണ്ടാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അവരിലും ഇത്തരത്തിലുള്ള സ്വഭാവം രൂപപ്പെടും. അവർ മനസ്സിലാക്കി ഇതൊരു നല്ല പരിപാടിയാണ്, ഇങ്ങനെ ബഹളം വെച്ച് കഴിഞ്ഞാൽ വലിയ ഗുണമാണ്. യഥാർത്ഥത്തിൽ ഈ ദേഷ്യത്തിൻ്റെ കാരണം എന്താണ്? ചില ആൾക്കാരെ സംബന്ധിച്ച് ഇതൊരു ഈഗോ ഡിഫെൻസാണ്. കാരണം പ്രത്യേകിച്ച് ആണുങ്ങളിൽ കൂടുതലായിട്ട് കാണുന്ന ചില കാര്യങ്ങൾ പറയുകയാണ്. ഇപ്പോൾ ആണുങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ ചെല്ലുമ്പോഴോ, അല്ലെങ്കിൽ അവരുടെ കുറവുകളിലേക്ക് നമ്മളൊന്ന് കൈ ചൂണ്ടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ പൊട്ടിത്തെറിക്കുകയും ബഹളം വയ്ക്കുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യും. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, അത്തരം കാര്യങ്ങളുമായിട്ടൊന്നും അവരുടെ അടുത്തോട്ട് ആരും ചെല്ലാതിരിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ അവർക്ക് കുറവുള്ള, അവർക്ക് പിന്നെ പ്രശ്നങ്ങളുള്ള ഏരിയയിൽ നമ്മൾ കൈ ചൂണ്ടുമ്പോൾ അവർ പൊട്ടിത്തെറിക്കുക. ഇതാണ് ഒരു ഈഗോ ഡിഫെൻസ് എന്ന് പറയുന്നത്. കാരണം അതൊരിക്കലും അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല, അല്ലെങ്കിൽ ആ ഏരിയ എക്സ്പോസ് ചെയ്യപ്പെടാൻ അവർ തയ്യാറല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അവിടെ ബഹളം വെച്ച് അവരെ ഓടിക്കുക എന്ന് പറയുന്ന ഒരു തന്ത്രമായിട്ട് തന്നെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പലപ്പോഴും ദേഷ്യത്തിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ കുറവുകളാണ്. അപ്പോൾ ആ കുറവുകൾ അതിന് ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. കാരണം അതെങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ളത് കുറച്ചുകൂടെ വൃത്തിയായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കാരണം നമ്മളിതാണ് എന്ന് തുറന്ന് സമ്മതിക്കാൻ, നമുക്ക് ഇന്ന കഴിവിൻ്റെ ഒരു കുറവുണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിൽ ഞാൻ ഇച്ചിരി പുറകോട്ടാണ് എന്ന് നമ്മൾ തുറന്ന് സമ്മതിച്ചാൽ നമുക്ക് ഈ ദേഷ്യപ്പെടുകയും ആൾക്കാരെ ബഹളം വെച്ച് ഓടിക്കുകയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. രണ്ടാമത് ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആ കുറവുകളെ അതിജീവിക്കാനായിട്ട് നമുക്ക് കഴിയുമെങ്കിൽ അതിന് ശ്രമിക്കുക. ഇത് രണ്ടും ചെയ്യാത്തവർക്കാണ് ഈ ദേഷ്യം ഒരു അലങ്കാരമായിട്ട് കൊണ്ട് നടക്കേണ്ടി വരുന്നത്. അത് ഒരു കാരണം. വേറൊന്ന് എന്ന് പറയുന്നത്, പലപ്പോഴും ദേഷ്യം വരുന്നത്, ഇപ്പോൾ സ്ത്രീകളിലുള്ള ദേഷ്യം എന്ന് പറയുന്നത്, അവർക്ക് പ്രതികരിക്കേണ്ടടുത്ത് പലപ്പോഴും പ്രതികരിക്കാൻ പേടിയായിരിക്കും. അല്ലെ അങ്ങനെയുള്ളിടത്തൊക്കെ പ്രതികരിച്ചാൽ എന്ത് ഭവിഷ്യത്ത് വരും എന്നുള്ളതിനെക്കുറിച്ചുള്ള വലിയ ആങ്സൈറ്റി കാണും. അതിന് പകരം എന്ത് ചെയ്യുന്നു, കുട്ടികളോട് ദേഷ്യപ്പെടുക. ഇപ്പോൾ ഭർത്താവിനോട് പറയാൻ പറ്റാത്തതിനും കൂടി കുട്ടികളുടെ അടുത്ത് ബഹളം വയ്ക്കുക. ഇൻലോസുമായിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ കുട്ടികളുടെ അടുത്ത് ദേഷ്യം കാണിക്കുക. അപ്പോൾ ഒരു ചെറിയ കുറ്റത്തിന് വലിയ അടിയായിരിക്കും കൊടുക്കുന്നത്. കാരണം ഈ വലിയ അടിയുടെ ആ ചെറുതിൻ്റെ ബാക്കി എന്ന് പറയുന്നത് ഈ കുട്ടിക്കുള്ളതല്ല,
അത് ഭർത്താവിന് കൊടുക്കാനും ഇൻലോസിന് കൊടുക്കാനും ഒക്കെ ഉള്ളതും കൂടി കുട്ടിക്ക് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് കഴിവുകൾ, പ്രത്യേകിച്ച് തൊഴിൽ രംഗത്ത് പ്രതികരിക്കാൻ പറ്റാത്ത ആൾക്കാർ, തൊഴിൽ രംഗത്ത് അവരുടെ നല്ല കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ആൾക്കാർ, അവർ പിന്നെ തൊഴിൽ രംഗത്തുള്ള പ്രശ്നങ്ങളെല്ലാം ഇൻറ്റേർണലൈസ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് വീട്ടിൽ പൊട്ടിത്തെറിക്കുകയും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. അപ്പം ഇതൊക്കെ കുട്ടികളെ സാരമായി ബാധിക്കുന്ന കാര്യങ്ങളാണ്. വേറൊന്ന്, ഇഷ്ടമില്ലാത്ത തൊഴിൽ ചെയ്യുക, ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ചെയ്യാൻ നിർബന്ധിതരാകുക. അപ്പോൾ അവിടെയും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കെല്ലാം ഇഷ്ടമുള്ളത് മാത്രം കിട്ടി ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മളൊരു റോസാ പുഷ്പത്തെ പിടിക്കണമെങ്കിൽ അതിൻ്റെ തണ്ടിലൊരു മുള്ള് കാണും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നതാണ്. നമുക്ക് ഒരു പല ആൾക്കാരും കാണുന്നതാണ്, പങ്കാളി ഒരു അസുഖമുള്ള ആളാകാൻ പാടില്ല, കുട്ടികൾക്ക് അസുഖമൊന്നും വരാൻ പാടില്ല, അസുഖം വന്നു കഴിയുമ്പോൾ അവരങ്ങ് പൊട്ടിത്തെറിക്കുക. അങ്ങനെയല്ല. സുഖമുള്ള സമയവും അസുഖമുള്ള സമയവും നല്ല സമയവും ചീത്ത സമയവും ഒക്കെ സമ്മിശ്രമാണ് ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു നല്ല കാലം എൻജോയ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മറുവശവും കൂടെ എൻജോയ് ചെയ്യാനുള്ള പ്രിപ്പറേഷൻ നമുക്കുണ്ടാവണം. അല്ലെങ്കിൽ ആ തരത്തിലുള്ള ജീവിത നൈപുണ്യങ്ങൾ നമ്മൾ വളർത്തിയെടുക്കണം. അതൊക്കെ വളരെ ആവശ്യമാണ്. ഇപ്പോൾ വിവാഹ ജീവിതത്തിനൊക്കെ പോകാൻ പല കുട്ടികൾക്കും താല്പര്യമില്ല. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വിവാഹത്തിൻ്റെ കുറേ നെഗറ്റീവ് കാര്യങ്ങളാണ് അവരൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യയെ നോക്കേണ്ടി വരും, ഭർത്താവിനെ നോക്കേണ്ടി വരും, ഇൻലോസുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, മക്കളൊക്കെ വലിയ പ്രശ്നമായിരിക്കും, അവർ രാത്രിയിലൊക്കെ കിടന്ന് കരഞ്ഞാൽ ഉറങ്ങാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഇതൊരു വൈകല്യം നിറഞ്ഞ അവസ്ഥയാണ്. കാരണം ഇതൊന്നുമില്ലെങ്കിലും, നിങ്ങൾ കല്യാണം കഴിച്ചില്ലെങ്കിലും, നിങ്ങൾ കല്യാണം കഴിച്ചാലും, നിങ്ങൾക്ക് ജോലിയുണ്ടെങ്കിലും ജോലിയില്ലെങ്കിലും, നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ഉയർച്ചകളും താഴ്ചകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നല്ല ദിവസങ്ങൾ പോലെ തന്നെ ഇതും ഉണ്ട്. ഇതും കൂടെ ചേർന്നതാണ് ജീവിതം എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം. ഒരു കയറ്റം കയറാൻ നമുക്ക് അവസരം ഉണ്ടെങ്കിൽ ഒരു ഇറക്കം ഇറങ്ങാനും അവസരമുണ്ട്. അല്ലെങ്കിൽ ഒരു ഇറക്കം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കഴിഞ്ഞ് ഒരു കയറ്റം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം സമ്മിശ്രമായിട്ടാണ് ലൈഫ് എന്ന് പറയുന്നത്. അല്ല ഏതെങ്കിലും ഒരു ഫേസ് മാത്രമായിട്ട് എൻജോയ് ചെയ്തിട്ട് ബാക്കി ഫേസ് വേറെ ആർക്കെങ്കിലും കൊടുക്കാം എന്ന് വെച്ചാൽ നടക്കില്ല. ഒരു മനുഷ്യനായി ജീവിക്കണമെങ്കിൽ ഏതൊരു ജീവജാലത്തിനും, മനുഷ്യന് മാത്രമല്ല, മൃഗങ്ങൾക്കായാലും ചെടികൾക്കായാലും ഇപ്പം ഓരോ കാലാവസ്ഥയെ അതിജീവിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഓരോ കാലാവസ്ഥയെന്ന് പറയുന്നത് എന്താണ്? ഒരു ചെടിയെ സംബന്ധിച്ച് ചില കാലാവസ്ഥകളൊക്കെ വലിയ പ്രതിസന്ധി കാലമാണ്. ഇപ്പം ഞാൻ ഒരു ചട്ടിയിൽ ഒരു പനയുണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ആയിട്ടും കരിഞ്ഞു പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ കഷ്ടം, പോയല്ലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഞാൻ പിന്നെ ആ ആ ചട്ടിയുടെ മേൽഭാഗത്ത് ഫ്രീ ആയിരുന്ന ഭാഗത്ത് കുറച്ച് വിത്തുകളിട്ട് വെള്ളം ഒഴിക്കാൻ തുടങ്ങി. അപ്പോൾ ആ വിത്തുകളൊക്കെ മുളച്ചു വന്നു. ആ വിത്തുകളൊക്കെ ഞാൻ മാറ്റി നട്ടു. പക്ഷേ അതിൻ്റെ അടിയിൽ പഴയ പനയുടെ ഒരു ഭാഗം ഉണ്ടായിരുന്നു. സ്ഥിരമായി വെള്ളം ചെന്നപ്പോഴത്തേക്ക് അത് നന്നായിട്ട് കിളിച്ച പന പുറത്തേക്ക് വന്നു. വളരെ മനോഹരമായിട്ടത് പുതുജീവൻ പ്രാപിച്ച് പുറത്തു വന്നു. നോക്കിക്കേ എത്ര കരുത്തുള്ളതാണ് പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളും. ഇതുപോലെയാണ് മനുഷ്യനും. നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കിയാൽ പ്രതികൂലതയിൽ ഉണ്ടായ ദോഷങ്ങളൊക്കെ അതിജീവിച്ച് പുറത്തു വരാൻ പറ്റും. അപ്പോൾ ആ അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതിന് പുറത്തുനിന്ന് ആരും വരത്തൊന്നുമില്ല. അപ്പോൾ നമുക്ക് അമിതമായ ദേഷ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനം അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കാരണങ്ങൾ കണ്ടെത്തുക. കഴിവുകളുടെ കുറവാണോ, അതോ നമ്മുടെ മാനസിക ആരോഗ്യത്തിൻ്റെ പ്രശ്നമാണോ? വേറൊരു വലിയ പ്രശ്നം, അമിതമായ ദേഷ്യം സ്ഥിരമായി ഉണ്ടാകുന്നെങ്കിൽ അത് നമ്മുടെ മാനസിക ആരോഗ്യത്തിൻ്റെ കുറവാണ് സൂചിപ്പിക്കുന്നത്. പലപ്പോഴും പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും ഒക്കെ നേരിടാനുള്ള മടി കാണിക്കുന്ന, പേടി കാണിക്കുന്ന ആൾക്കാർ അവരുടെ മാനസികാരോഗ്യത്തിൽ വളരെ കുറഞ്ഞു നിൽക്കുന്നവരാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസ്, നമുക്ക് എല്ലാ സ്ഥലത്തും ദേഷ്യമായിട്ട് തന്നെ കാണിക്കാനും നമുക്ക് അറിയുള്ളെങ്കിൽ അതൊരു വൈകാരിക ബുദ്ധിശക്തിയുടെ പ്രശ്നമാണ്. വികാരങ്ങളെ നിയന്ത്രിക്കാനും വികാരങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ പ്രതിഫലിപ്പിക്കാനും ആവശ്യമുള്ള വികാരങ്ങൾ ആവശ്യമുള്ളിടത്ത് കാണിക്കാനും ഒക്കെ കഴിയും. ഇപ്പോൾ കുട്ടികളോട് നമ്മൾ ഇടപെടുമ്പോൾ അവരോട് വളരെ പോസിറ്റീവായിട്ടും വളരെ കൺസ്ട്രക്റ്റീവായിട്ടൊക്കെ ഇടപെട്ടാൽ അവർക്ക് നല്ല പേഴ്സണാലിറ്റി ഉണ്ടാകും. അവരും അതുപോലെ തിരിച്ച് പ്രതികരിക്കും. അമിതമായ വാശിയൊക്കെയുള്ള കുഞ്ഞുങ്ങളുണ്ട്. പലപ്പോഴും അത്തരം വാശിയുള്ള കുഞ്ഞുങ്ങളുടെയൊക്കെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ മനസ്സിലാകുന്ന അത് പേരൻറ്റിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ളത് തന്നെയാണ്. അപ്പം നമ്മുടെ മാനസികാരോഗ്യം കുറഞ്ഞിരുന്നാൽ തീർച്ചയായിട്ടും കുട്ടികളുടെ മാനസികാരോഗ്യം കുറയും എന്നുള്ള കാര്യം സംശയമില്ല. അപ്പോൾ മാനസികാരോഗ്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു ഡോക്ടറിൻ്റെയൊക്കെ അടുത്ത് പോകേണ്ടതായിട്ട് വരും. അതിന് അത് ഈഗോയൊക്കെ വെച്ചിട്ട്, കോംപ്ലക്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ മറച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു കാര്യമില്ല. നിങ്ങൾ എത്ര മറച്ചു വെച്ചാലും മാനസിക ആരോഗ്യത്തിൻ്റെ കുറവ് പരിഹരിക്കണമെങ്കിൽ അതിന് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. അല്ലെങ്കിൽ അതിന് ചില പ്രൊസീജിയേഴ്സ്, ചില മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ തന്നെ ചിലരൊക്കെ യോഗ ചെയ്യുന്നു, ചിലരൊക്കെ ചില വായിച്ചും കാര്യങ്ങൾ പഠിച്ചും മനസ്സിലാക്കി എക്സസൈസ് ചെയ്തും ഒക്കെ തിരിച്ചു കൊണ്ടുവരുന്നു. ചില ആൾക്കാർ പ്രാർത്ഥന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ അവരെ ശാന്തരാക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ഇതിനാവശ്യമാണ്.
ഏഹ്, വൈകാരിക തലത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ട്, മാനസികാരോഗ്യത്തിലൊക്കെ പ്രശ്നമുണ്ട്. നമുക്കൊരു കൗൺസിലറിൻ്റെയോ ഒരു തെറാപ്പിസ്റ്റിൻ്റെയോ ഒക്കെ സഹായം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായി നമ്മുടെ പ്രശ്നത്തെ കാണാനും അത് പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അവർ നമുക്കൊന്നും തരികയല്ല, പക്ഷെ അവർ നമ്മളെ എക്വിപ്പ് ചെയ്യും. നമ്മുടെ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാൻ തക്കവണ്ണം നമ്മളെ എക്വിപ്പ് ചെയ്യും. അപ്പോൾ മാനസികാരോഗ്യത്തിലോ വൈകാരിക ആരോഗ്യത്തിലോ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് അമിതമായ ദേഷ്യം കാണും, അത് കൺട്രോൾ ചെയ്യണം. ഇപ്പം വേറൊന്ന് വ്യക്തിത്വ വൈകല്യങ്ങളാണ്. നമ്മളൊരു നല്ല രീതിയിൽ വ്യക്തിത്വ വികസനം വരാത്ത ഒരാൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിത്വ വൈകല്യങ്ങളുള്ള ഒരാൾ, ഇവരിലൊക്കെ ദേഷ്യം ഒരു 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 ട്രെയ്റ്റാണ്. ദേഷ്യം അവരുടെ ഒരു മെത്തേഡാണ്. അവരത് വലിയൊരു കാര്യമായിട്ടാണ് കരുതുന്നത്. പണ്ട് കാലത്തൊക്കെ എൻ്റെ അച്ഛൻ ക്ഷിപ്രകോപിയാണ്, ഭയങ്കര ദേഷ്യക്കാരനാണെന്നൊക്കെ പറയുന്നത് ഏതാണ്ട് വലിയ പിന്നെ എന്തോ വലിയ ഒരു ക്വാളിറ്റി ആയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. അതൊരു രോഗാവസ്ഥയാണ്. അത് നമ്മൾ ട്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിന് വേണ്ട പിന്നെ പരിഹാരങ്ങൾ തേടാൻ ശ്രമിച്ചാൽ അതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതിൽ നിന്ന് അതിജീവിക്കാൻ കഴിയും. എന്തായാലും കുട്ടികളെ വളർത്തുന്ന മാതാപിതാക്കൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കലും ദേഷ്യം ഒരു ക്വാളിറ്റി അല്ല. ദേഷ്യം കൊണ്ട് കുട്ടികളെ നമുക്ക് നേരെയാക്കാൻ പറ്റില്ല. കുട്ടികൾക്ക് സ്ട്രിക്റ്റ് ആകുന്നതും ദേഷ്യവും തന്നെയാണ്. സ്ട്രിക്ട്നെസ് എന്ന് പറയുന്നത് ചില സിസ്റ്റവും കൺട്രോളും ചിട്ടയും ഡിസിപ്ലിനും ഒക്കെയാണ്. അത് കുട്ടികൾക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അവിടെ ബഹളമാണ് പ്രശ്നമെങ്കിൽ അത് സ്ട്രിക്റ്റ് ഒന്നുമല്ല, അതൊരു രോഗാവസ്ഥയാണ്. ബഹളം കൊണ്ട് നമുക്ക് കുട്ടികളെ ഒന്നും നേരെയാക്കാൻ പറ്റില്ല. അമിതമായ ദേഷ്യം നിരന്തരമായി കാണിക്കുമ്പോൾ അത്തരം കുട്ടികളുടെ ആത്മവിശ്വാസവും ആത്മാഭിമാനവും ഒക്കെ കുറഞ്ഞു പോവുകയും അവർ മോശപ്പെട്ട കുട്ടികളായി തീരുകയും നാളെ അവർ ഇതേ രീതിയിൽ തിരിച്ച് പ്രതികരിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകുകയൊക്കെ ചെയ്യും. പുരുഷനാണേലും സ്ത്രീയാണേലും ഈ കാര്യങ്ങളൊക്കെ. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ച് വൈകാരിക പ്രശ്നങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത ഹോർമോണലായിട്ടുള്ള ഇംബാലൻസുകളൊക്കെ വരുമ്പോൾ സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ശാരീരിക ആരോഗ്യത്തിൽ നിന്ന് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി നമുക്കുണ്ടെങ്കിൽ അത്തരം ശാരീരിക പ്രശ്നങ്ങളിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള അവസ്ഥകളുണ്ടാകുക. അപ്പോൾ അത് ഒരു ഫിസിഷ്യനെ കണ്ട് പിന്നെ ഒരു ഡോക്ടറെയൊക്കെ കണ്ട് അതിന് വേണ്ട പരിഹാരങ്ങൾ തേടാൻ. അപ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങളുണ്ട്. ഇത് നിരന്തരമായിട്ട് കൊണ്ട് നടക്കരുത്. അതിനാരെയെങ്കിലും ഒന്ന് സമീപിക്കുക, അതിന് വേണ്ട പിന്നെ കറക്ഷൻസ് നടത്തുകയും ചെയ്യുക. പിന്നെ പേരൻറ്റിങ്ങിലൊക്കെ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കരുത്. അതിനും നമുക്ക് ഇന്ന് പരിഹാരങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന വിദഗ്ധരായ ആൾക്കാരുണ്ട്, എക്സ്പേർട്ടുകളായ ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ഗൈഡൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. എന്തായാലും ഇതും കൊണ്ട് ജീവിക്കുന്ന ഒരു നല്ല കാര്യമല്ല. പിന്നെ ചില ആൾക്കാർക്ക് ദേഷ്യം വരുന്ന അവർ ഓവർലോഡഡാണ്, നോ പറയാൻ അറിയില്ല. ഒരു വില്ലിങ് ഡോങ്കി എന്ന് പറയും. എല്ലാം എടുത്ത് തലയിൽ വയ്ക്കും, എന്നിട്ട് എല്ലാം കൂടി ഇട്ട് കുഴയ്ക്കും. അപ്പോൾ പൊട്ടിത്തെറിക്കും, ദേഷ്യം ഉണ്ടാവും. അതും ആവശ്യമില്ല. അസർട്ടീവ് ആകാൻ പഠിക്കുക. നമുക്ക് 3 സ്റ്റേജസ് ഉണ്ട്. ഒന്ന് അഗ്രസീവ്, വേറൊന്ന് അസർട്ടീവ്, വേറൊന്ന് പാസീവ്. ഇതിൽ അഗ്രസീവായിട്ടുള്ള ആൾക്കാരുണ്ട്, തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ബഹളം വയ്ക്കുന്നത്. അത് നമുക്ക് ഒട്ടും ചേർന്ന ഒരു കാര്യമല്ല. വേറൊന്നാണ് ഈ പാസീവ്, ഈ വില്ലിങ് ഡോങ്. ഇതും കുഴപ്പമാണ്. കാരണം വളരെ പാസീവായിട്ടിരുന്ന് എല്ലാം അങ്ങ് സഹിച്ച് എല്ലാം എടുത്ത് തലയിൽ വെച്ച് അത്തരം ആൾക്കാർക്ക് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ പൊട്ടിത്തെറിക്കേണ്ട അവസ്ഥയിലേക്ക് വരും. ഈ പാസീവ് ആൾക്കാർ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അഗ്രസീവായി മാറേണ്ടതായിട്ട് വരും. അതുകൊണ്ട് പാസീവ് നല്ലതല്ല, അഗ്രസീവ് നല്ലതല്ല. നമുക്ക് വേണ്ട ഒരു അസർട്ടീവ്നെസ്സാണ്. പറ്റാത്ത കാര്യങ്ങൾ പറ്റത്തില്ലെന്ന് പറയുക, നമുക്കെടുക്കാൻ പറ്റാത്തത് എടുക്കാൻ പറ്റില്ല, ഇന്ന് രാത്രിയിലും കൂടെ എനിക്ക് ജോലി ചെയ്യാൻ വയ്യ, എനിക്ക് ഇച്ചിരി റെസ്റ്റ് വേണം എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവർ അത് പരിഹരിക്കട്ടെ. മറ്റുള്ളവരും ഇല്ലേ ലോകത്ത്? എനിക്ക് ശേഷം പ്രളയം എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മളൊന്ന് മാറി നിന്നാലും നമ്മളൊന്ന് ഒന്ന് കിടന്നാലും നമ്മളൊന്ന് റെസ്റ്റ് എടുത്താലും ഒന്നും ലോകമൊന്നും അവസാനിക്കില്ല. അതുകൊണ്ട് എല്ലാം കൂടെ എടുത്ത് തലയിൽ വയ്ക്കുന്ന തരത്തിലുള്ള ഒരാളായിട്ട് മാറണ്ട. അതുപോലെ ഇതിനെ മെച്ചപ്പെടുത്താനുള്ള വേറൊരു മാർഗ്ഗമാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. നമ്മൾ മറ്റുള്ളവർക്കൂടെ ജോലികളൊക്കെ പങ്കുവെച്ച് കൊടുക്കുക. എല്ലാം ഞാൻ തന്നെ ചെയ്യണമെന്നുള്ള പെർഫെക്ഷനിസം ഉള്ള ആൾക്കാർക്ക് ദേഷ്യം വളരെ കൂടുതലായിരിക്കും. എല്ലാം പെർഫെക്റ്റായിട്ട് നടത്താനായിട്ട് അവർ തന്നെ എല്ലാം കൂടെ ചെയ്യുമ്പോൾ ദേഷ്യം ഒത്തിരി കൂടാൻ ചാൻസ് ഉണ്ട്. അതും ഒരു കാര്യമില്ല. ടൈം മാനേജ്മെൻറ്റ് അറിയാത്തവർക്ക് ദേഷ്യം കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ ഏർലിയറായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഡെഡ് ലൈനൊക്കെ ലാസ്റ്റ് മിനിറ്റിലല്ല ആലോചിക്കേണ്ടത്. ഡെഡ് ലൈനൊക്കെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ആ ഡെഡ് ലൈനിൽ തീർക്കാൻ ശ്രമിക്കുക. ടൈം മാനേജ്മെൻറ്റ് പഠിക്കുക. കുറച്ചുകൂടെ പിന്നെ അസർട്ടീവായിട്ട് നമുക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ എല്ലാം കൂടെ എടുത്ത് തലയിൽ വയ്ക്കാതിരിക്കുക. ഇത്തരത്തിലൊക്കെ നമുക്ക് നമ്മുടെ ഈ ദേഷ്യത്തിൻ്റെ കാരണങ്ങൾ, അതുപോലെ ഞാൻ പറഞ്ഞല്ലോ തൊഴിൽ രംഗത്തൊക്കെ കഴിവുകൾ കുറവാണ്, കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, ടെൻഷൻ കൂടും, ആങ്സൈറ്റി കൂടും,
ദേഷ്യമൊക്കെ വരും. അപ്പോൾ ഇതിനൊക്കെ നേരത്തെ തന്നെ പരിഹാരങ്ങൾ കണ്ടെത്തുക. പിന്നെ നമുക്കിഷ്ടമില്ലാത്ത മേഖലയിലാണ് നമ്മളിപ്പം നിൽക്കുന്നതെങ്കിൽ ഒരു 1 2 കൊല്ലം കൊണ്ടെങ്കിലും നമുക്കതൊക്കെ വൈൻഡപ്പ് ചെയ്തൊരു ഇഷ്ടമുള്ള മേഖലയിലേക്കൊക്കെ പോകാൻ കഴിയുമെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. പിന്നെ ചില ആൾക്കാരൊക്കെ അവർക്ക് പ്രാധാന്യം കിട്ടുന്നില്ല, അവരെ ആരും ഗവനിക്കുന്നില്ല, അവരെ ആർക്കും ഇഷ്ടമില്ല എന്നൊക്കെയുള്ള രീതിയിൽ അവർ വളരെ അജിറ്റേറ്റഡ് ആകുകയും ദേഷ്യവും ഇറിറ്റേഷനും ഒക്കെയുള്ളവരായി മാറാറുണ്ട്. അതൊക്കെ പേഴ്സണാലിറ്റിയിലെ ചില ഇഷ്യൂസാണ്, മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഇഷ്യൂസാണ്. അപ്പോൾ ഇതൊക്കെ ഒരു അറിവിന് വേണ്ടി ഞാനൊന്ന് ഡിസ്ക്രൈബ് ചെയ്തു. ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്, എനിക്ക് ഭയങ്കര ദേഷ്യമാണ്, കുട്ടികളോടൊക്കെ ഞാൻ വളരെ മോശമായി ഇടയ്ക്കിടയ്ക്ക് പെരുമാറുന്നു, ഇതെങ്ങനെ മാറ്റാം, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇതൊരു അവയർനെസ് വീഡിയോ ആണ്, ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ ഒരു കമ്മ്യൂണിറ്റിയാണ്. ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാരെല്ലാവരും കൂടി ചേർന്ന് നമുക്ക് ഒരുപാട് പേരിലേക്ക് ഇതെത്തിച്ചു കൊടുത്ത് കൂടുതൽ ആൾക്കാരെ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നും കരകയറ്റാനായിട്ട് സാധിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഈ കാര്യത്തിൽ എനിക്ക് ആവശ്യമാണ്. എല്ലാവർക്കും സന്തോഷകരമായ ജീവിതം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.